ബിഗ് ബോസ് താരവും സിനിമാ നടനുമായ പരീക്കുട്ടി എന്ന ഫരീദുദ്ദീൻ രാസലഹരിയുമായി പിടിയിലായി. 10 ഗ്രാം MDMA-യും 9 ഗ്രാം കഞ്ചാവുമാണ് ഇയാളിൽ നിന്ന് കണ്ടെത്തിയത്. ഒരു കൂട്ടാളിയും ഉണ്ടായിരുന്നു. തൊടുപുഴയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ജെയിൻ എസ് രാജു ഉണ്ട് വിശദാംശങ്ങളുമായി. ജെയിൻ, ടെലിവിഷൻ ഷോയിലൂടെയൊക്കെ ആളുകൾക്ക് പരിചിതനായ വ്യക്തിയാണ് പരീക്കുട്ടി. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രായത്തിലുള്ള ആളുകളൊക്കെ ഇവരെയൊക്കെ അനുകരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സോഷ്യൽ മീഡിയയുടെയൊക്കെ ഈ ഒരു പ്രഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോഴാണ് രാസലഹരിയുമായി, അതും 10 ഗ്രാം MDMA-യുമായി ഇയാൾ പിടിയിലാകുന്നെന്നുള്ള വാർത്ത വരുന്നത്. ഒട്ടും യോജിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒട്ടും അനുകരണീയമല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോഴാണ് ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ അയാൾ ഇങ്ങോട്ട് നമ്മളോട് കയർക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് വിശദാംശങ്ങൾ? കൂട്ടാളിയുണ്ടെന്ന് പറയുന്നു. അയാൾ എവിടെ നിന്നാണ്? അനശ്വര, ഏതാണ്ട് ഇന്ന് ഉച്ചയോടുകൂടിയാണ് തൊടുപുഴയ്ക്ക് സമീപം ഇളന്തേശത്ത് വാഹന പരിശോധനയ്ക്കിടയിൽ ഇവർ പിടിയിലാകുന്നത്. ഇവർ 2 പേരാണ്, മൊത്തം 4 പേരുണ്ടായിരുന്നു ഈ വാഹനത്തിൽ. 2 സ്ത്രീകളാണ്. അവർക്ക് ഈ കേസുമായി പങ്കില്ലാത്തതുകൊണ്ട് അവരെ കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പരീക്കുട്ടി, ഫരീദുദ്ദീൻ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര്. പെരുമ്പാവൂർ വെങ്കോല സ്വദേശിയാണ്. ഇദ്ദേഹവും അതോടൊപ്പം തന്നെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ജിസ്മോൻ എന്നീ 2 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഇവർ വാഹന പരിശോധനയ്ക്കിടെയാണ് പിടിയിലാകുന്നത്. ഇവരുടെ വാഹനത്തിൽ പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട ഒരു നായ ഉണ്ടായിരുന്നു. അത് പ്രസവിച്ച 5 ദിവസം മാത്രമാണ് കഴിഞ്ഞിരുന്നത്. അതിന്റെ കുഞ്ഞും ഈ വാഹനത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ അക്രമ സ്വഭാവം കാണിക്കുന്ന ഈ പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഈ വാഹനം പരിശോധിക്കാനോ ഈ വാഹനത്തിൽ നിന്ന് ഇവരെ പുറത്തേക്ക് ഇറക്കാനോ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം വളരെ സാഹസികമായിട്ടാണ് ഈ നായയെ വാഹനത്തിൽ നിന്ന് ഇറക്കി ഈ വാഹനം പരിശോധിക്കുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന ബാഗിൽ നിന്നാണ് 10 ഗ്രാം MDMA-യും അതോടൊപ്പം തന്നെ 9 ഗ്രാം കഞ്ചാവും കണ്ടെത്തിയിരിക്കുന്നത്. ഈ പിടിയിലാകുന്ന സമയത്ത് ഇവർ 2 പേരും ഈ MDMA ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഒരു വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ പറയുന്ന അളവിലുള്ള MDMA ആണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മാർക്കറ്റിൽ ഇതിന് ലക്ഷങ്ങൾ വില വരും എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ എളന്തേശം എക്സൈസ് റേഞ്ച് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ദൃശ്യങ്ങൾ എടുക്കുന്നത്, അവർ ചോദ്യം ചെയ്യുന്നത്. എന്തായാലും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ശരി, ജെയിൻ എസ് രാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.